Good evening, everyone. We are here for the interview with a GST practitioner, and today we have Mr. Jose Takedas with us. Mr. Jose is a GST practitioner from Maradu with more than 2 decades of experience. His office, TS and Associates, is situated at Junior Janada Road in Vaitula. Sir, welcome. Thank you. Sir, we are starting with the questions. So the first question is, so can you please explain the GST compliance requirements for businesses in India and how can you ensure that the organization is compliant? നമ്മള് ജി എസ് ടിയുടെ ഇന്ത്യയിൽ നമ്മൾ ജി എസ് ടി വരുന്നതിന് മുമ്പ് പല ടാക്സുകൾ ഉണ്ടായിരുന്നു. സെൻട്രൽ ടാക്സ് ഉണ്ടായിരുന്നു, CST എന്ന് പറയുന്ന ഒരു ടാക്സ് ഉണ്ടായിരുന്നു, വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്ന ടാക്സ് ഉണ്ടായിരുന്നു, സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു, കസ്റ്റംസിന്റെ സെൻട്രൽ എക്സൈസിന്റെ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു, ഇതെല്ലാം കൂടി ലക്ഷറി ടാക്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ളത് എല്ലാം കൂടി മെർജ് ചെയ്താണ് GST എന്ന് പറയുന്ന പുതിയ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. അതിപ്പോ നമ്മള് ബിസിനസ്സിൽ GST കൊണ്ടുവന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടാക്സുകളായിട്ട് കിടന്നിരുന്ന ടാക്സിനെ എല്ലാം കൂടി മെർജ് ചെയ്ത് ഒരു ടാക്സേഷനിലേക്ക് ഇന്ത്യ ഒട്ടാകെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിപ്പോ നമ്മളിപ്പോ ഏത് കൺസേൺ ആയാലും നമ്മൾ GSTക്ക് പൊതുവായിട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ആഡഡ് ടാക്സിൽ നമ്മൾ പിന്തുടർന്നു പോന്നിരുന്ന അതേ ഒരു സംവിധാനം തന്നെയാണെങ്കിലും അതിൽ നിന്നും കുറെ വ്യത്യസ്തമായിട്ടുള്ള സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ആഡഡ് ടാക്സിൽ നിന്നും നമുക്ക് നമ്മുടെ ഇൻവേർഡ് പർച്ചേസിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ലായിരുന്നു. പക്ഷെ GST എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവേർഡ് വരുന്ന സാധനത്തിന്റെയും ഔട്ട്വേർഡ് പോകുന്ന സാധനത്തിന്റെയും ഫുൾ ഡാറ്റ നമുക്ക് GST സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത്. അതുകൊണ്ട് നമുക്കിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പർച്ചേസ് നമ്മുടെ ബൈ മിസ്റ്റേക്ക് നമ്മൾ പർച്ചേസ് വിട്ടുപോയാൽ പോലും നമുക്ക് ആ പർച്ചേസ് എവറി മന്തിലും സക്സീഡിങ് മന്തിലും നമുക്ക് 14th ഓൺവേഴ്സ് നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ GSTയില് 2 റിട്ടേൺ ആണ് നമ്മൾ നോർമലി സാധാരണ മന്തിൽ ചെയ്തു പോകുന്നത്, GSTR 1 ആൻഡ് GSTR 3B. GSTR 1 എന്ന് പറയുന്നത് എല്ലാ സെയിൽസും നമ്മൾ അക്കൗണ്ട് ചെയ്ത് ആ GST സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് ആണ് റിട്ടേൺ ആണ് GSTR 1. അത് എവരി 11th മുമ്പ് നമ്മൾ ചെയ്തിരിക്കണം. 11th മിഡ് നൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യുന്നതൊന്നും നമ്മുടെ സപ്ലയേഴ്സിന് ആ മാസം അതിന്റെ ഇൻപുട്ട് അവൈൽ ചെയ്യാൻ പറ്റില്ല, കാരണം അവർ സൈറ്റിലേക്ക് അത് കയറില്ല. അങ്ങനെ 11th കഴിഞ്ഞു കഴിഞ്ഞാൽ 12th 30th നമുക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാമിൽ എന്റെ പ്രോസസ്സിംഗ് മാത്രമാണ് നടക്കുന്നത്. 14th ഓൺവേഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ പർച്ചേസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് അതർ പാർട്ടീസ്, നമ്മുടെ സപ്ലയേഴ്സ്, നമ്മുടെ ബയേഴ്സ്, അവരുടെ സെയിൽസ് എല്ലാം 11th മുമ്പ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻവോയ്സും നമുക്ക് സൈറ്റില് 14th മുതൽ നമുക്കത് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ അപ്ലോഡായി വരുന്ന അത് GSTR 2B എന്ന് പറയുന്ന ഫോമിലാണ് വരുന്നത്. അല്ലെങ്കിൽ 2Aയിലും വരും 2Bയിലും വരും. 2Aയിൽ വരുന്നത് എവരി പർച്ചേസും 2Aക്ക് വരും. പക്ഷെ നമുക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റുന്നതായ എലിജിബിൾ ആയിട്ടുള്ള പർച്ചേസ് 2Bയിൽ വരുന്നതാണ്. 2Bയിൽ വരുന്ന ഇൻപുട്ട് ടാക്സ് എത്രയാണോ ആ ഇൻപുട്ട് ടാക്സ് ആണ് നമ്മൾ GSTR 3B നമ്മൾ എവരി 20th ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഓൺ ഓർ ബിഫോർ 20th. അപ്പൊ ആ 20th മുമ്പായിട്ട് നമ്മൾക്ക് GSTR 2Bയിൽ വന്നിരിക്കുന്ന ഇൻപുട്ടും നമ്മുടെ പർച്ചേസ്, നമ്മൾ അക്കൗണ്ട് ചെയ്തിരിക്കുന്ന പർച്ചേസ് വെരിഫൈ ചെയ്യാനുള്ള നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ 2Bയിൽ വന്നിരിക്കുന്ന കംപ്ലീറ്റ് ഇൻപുട്ട് നമുക്ക് അവൈൽ ചെയ്യാം. അതിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് അവൈൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു കാർ മേടിക്കുന്നു, കാർ മേടിച്ചാൽ നമുക്ക് IGST കളക്ട് ചെയ്യാൻ പാടില്ല. കാർ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ യൂസ് ആണ്, ബിസിനസ് പർപ്പസിനാണെന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമാവില്ല. കാരണം കാർ ഒരിക്കലും ബിസിനസ് പർപ്പസ് അല്ല, ബിസിനസ് മുതലാളിക്ക് പോകാൻ വേണ്ടി ആയിരിക്കാം, പക്ഷെ അതൊരിക്കലും നമ്മുടെ ബിസിനസ്സിനുമായിട്ടുള്ള എഫക്ട് ചെയ്യുന്നതല്ല. പക്ഷെ നമ്മളൊരു ടെമ്പോ ട്രാവൽ മേടിക്കുന്നു, ഒരു JCB മേടിക്കുന്നു, ഒരു അങ്ങനെയുള്ള മിഷനറി ഐറ്റംസ് എന്ത് മേടിച്ചാലും നമുക്ക് അതിന്റെ ITC നമുക്ക് അവൈൽ ചെയ്യാം. സോ അത് കാർ വെച്ച് കാറ്, ഗോൾഡ്,
ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി മേടിക്കുന്നതാണ്. കാർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം നമ്മൾ ബിസിനസ് പർപ്പസിന് വേണ്ടി ഓടുന്നതല്ലല്ലോ. അതുകൊണ്ട് കാറിൽ നമുക്ക് അവൈലബിൾ പറ്റില്ല. അങ്ങനെ നമ്മൾ ഓരോ ബിസിനസ് സ്ഥാപനത്തിലും നമുക്ക് ഈ മന്ത്ലി നമ്മുടെ GSTR 1ഉം GSTR 3Bയും റിട്ടേൺ ഫയൽ ചെയ്ത് പോകണം. അത് 14th മുതൽ നമ്മൾ GSTR 2B വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്തു പോകേണ്ടത്. 2Bയിലെ എല്ലാ പർച്ചേസും നമ്മുടെ പർച്ചേസിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അത് നമ്മൾ GSTR 1 അപ്ലോഡ് ചെയ്തപ്പോൾ വരുന്ന നമ്മുടെ സപ്ലയേഴ്സിന് നമ്മൾ GSTR 1 അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അതിന്റെ ITC അവൈലബിൾ ആവും. അവർക്ക് ഈ 14th ഓൺവേഴ്സ് അവരുടെ GSTR 2Bയിൽ ഇത് അവൈലബിൾ ആയിട്ട് കിട്ടും. അങ്ങനെ ചെയ്യാം. അതിപ്പോ ഏത് ബിസിനസ് ആയാലും ഈ റിട്ടേണിന്റെ പ്രൊസീജിയർ ഒന്ന് തന്നെയാണ്. അതിപ്പോ എന്ന് പറഞ്ഞാൽ ചെറിയ ബിസിനസ് ആയാലും വലിയ ബിസിനസ് ആയാലും. വേറെന്താ വേണ്ടേ? The next question. What are the challenges faced by businesses in implementing GST in India? GST ഇംപ്ലിമെന്റിലെ ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വാറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 2 ദിവസം കഴിഞ്ഞ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്കത് ആ മാസം തന്നെ നമുക്കത് റിവൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ GSTയില് ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് വൺസ് നമ്മൾ സബ്മിറ്റ് കൊടുത്തു പോയാൽ ആ റിട്ടേണിലോ നമുക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഒരു കറക്ഷൻസും അതിനകത്ത് ചെയ്യാൻ പറ്റില്ല. ഒരു സെയിൽസ് വിട്ടു പോവുകയോ എന്തെങ്കിലും ടാക്സിലൊരു മിസ്റ്റേക്ക് വന്നു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ റിട്ടേണിനെ നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോ നമ്മൾ ആദ്യം 2017 നമ്മൾ GST ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആക്റ്റീവ് പറഞ്ഞിരുന്നെങ്കിലും പക്ഷെ നമുക്കത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് അതിനകത്ത് ഒരു ചെറിയൊരു കൺസിഡറേഷൻ ഇപ്പൊ കഴിഞ്ഞ ഈ ജൂലൈയിലുള്ള കൂടിയ ഒരു GST കൗൺസിലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കച്ചവടക്കാരെ സംബന്ധിച്ച് വളരെ ഒരു ആശ്വാസകരമാണ്. കാരണം ഇപ്പൊ നമ്മള് GSTR 1 സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബില്ല് ബൈ മിസ്റ്റേക്കിൽ വിട്ടുപോയെങ്കിൽ 11A എന്ന് പറയുന്ന ഒരു ഫോം ഇപ്പൊ ഈ മാസം മുതൽ നമുക്കത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. 11A നമുക്ക് ആ വിട്ടുപോയ ബില്ല് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഈ വാറ്റിനെ സംബന്ധിച്ച് നമുക്ക് റിട്ടേൺ റിവൈസ് ചെയ്യാമായിരുന്നു. 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ റിവൈസ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ബിസിനസ്സുകാർക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന സിസ്റ്റത്തിൽ കൂടി മാനുവലായിട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. എല്ലാം ഏതെങ്കിലും സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമുക്ക് GST മാനേജ് ചെയ്ത് പോകാനായിട്ട്. അപ്പൊ ഓരോ ബിസിനസ്സുകാരനും ഓരോ ബിസിനസ് സ്ഥാപനങ്ങളിലും ഒന്നും കമ്പ്യൂട്ടർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോക്കുക എന്നുള്ളത് നടക്കില്ല. ചെറിയ ബിസിനസ് ഒരു പെട്ടിക്കട പോലെയുള്ള സ്ഥാപനത്തിൽ രജിസ്ട്രേഷൻ ഉണ്ടാകാം. പക്ഷെ അവരെ സംബന്ധിച്ചുള്ള ഒരു കമ്പ്യൂട്ടറും വെച്ച് സോഫ്റ്റ്വെയറും വെച്ച് അവിടെ ആളെ ഇരുത്തി നമുക്ക് ഇതിന്റെ ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കല് ആയിട്ടില്ല. അത് വലിയ വലിയ ബിസിനസ്സൊക്കെ ആണെങ്കിൽ അവര് ഓൺ അക്കൗണ്ടന്റുമാരുണ്ടാവും, അവര് ഓഡിറ്റേഴ്സ് ഉണ്ടാവും, അവരുടെ ആ ഒരു അഡ്മിനിസ്ട്രേഷനിൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കും. പക്ഷെ ഈ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ മറ്റുള്ള കൺട്രീസ് പോലെയല്ല. നമ്മൾ വളരെ ലോ ക്ലാസ് മുതൽ ഭയങ്കര ഹൈ ക്ലാസ് വരെയുള്ള ടീംസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരുപോലെ ഈ GST അവരവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് ഈ തന്നെത്താൻ ചെയ്യാൻ പറ്റാത്തവരെ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളെപ്പോലുള്ളവരെ ഏൽപ്പിക്കുന്നത്. കാരണം അവർക്ക് ചെയ്യാൻ പറ്റില്ല, വെറുതെ ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് കോംപ്ലിക്കേഷൻസ് ചെയ്യുമ്പോൾ അതുപോലെയാണ്. വൺസ് റിട്ടേൺ ഫയൽ ചെയ്താൽ പിന്നെ അത് നമുക്ക് എഡിറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഓപ്ഷൻ ഇല്ല. പിന്നെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാല് നമുക്കത് ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് നെക്സ്റ്റ് ഈ കറണ്ട് ഇയറിന്റെ 2024-25 ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഇയർ സെപ്റ്റംബർ 30 മുമ്പാണ്. ഇപ്പൊ അത് നവംബർ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സെപ്റ്റംബറിലെ റിട്ടേൺ സബ്മിറ്റ് നെക്സ്റ്റ് ഇയറിലെ സെപ്റ്റംബറിലെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നിടം വരെ നമുക്ക് എന്തെങ്കിലും ഒരു ഒമിഷൻ ഉണ്ടെങ്കിൽ ലാസ്റ്റ് മന്ത് ഓഗസ്റ്റ് ആണ്. ഓഗസ്റ്റ് റിട്ടേൺ ഇപ്പൊ ഓൾറെഡി നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞു, 20th ഫയൽ ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് ഒരു സെയിൽസ് വിട്ടുപോയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മന്തിൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. അതങ്ങനെ നമുക്ക് അടുത്ത സെപ്റ്റംബർ വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ അതൊരു സാധാരണ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് ഈ രീതികളും അതിന്റെ നിയമവശങ്ങളെല്ലാം പഠിച്ചു ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ CA-കാരെയോ അല്ലെങ്കിൽ കൺസൾട്ടന്റുമാരെയോ പ്രാക്ടീഷണർമാരെയോ ആരെയൊക്കെ ഏൽപ്പിക്കുന്നത്. അത് വലിയ വലിയ ബിസിനസ്സുകാരെ സംബന്ധിച്ചാണ് അവർക്കായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കൺസൾട്ടന്റുമാരുണ്ടാവും, അവരുടെ സ്റ്റാഫ് ഉണ്ടാവും, അവർ ചെയ്യും. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഇത് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള
കോംപ്ലിക്കേഷൻസിൽ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ ഇതാണ്. പല സ്റ്റേജിലുള്ള ബിസിനസ്സുകാരാണ്, പല റേഞ്ചിലുള്ളവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അവരുടേതായ സ്റ്റാഫിനെ കൊണ്ട് മാനേജ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. മറ്റുള്ള കൺട്രീസിലൊന്നും ആ പ്രശ്നങ്ങളില്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് വന്നു കഴിഞ്ഞാല് ഇപ്പൊ ടാറ്റയുടെയോ പിന്നെ അവരൊക്കെ ചെയ്യുന്ന മാതിരി അദാനിയൊക്കെ ചെയ്യുന്ന മാതിരിയൊന്നും അവർക്ക് ഓഫീസ് ഫംഗ്ഷൻ ചെയ്യുന്ന പോലെയൊക്കെ ഒരു സി ക്ലാസ് നടത്തുന്നവനോ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ നടത്തുന്നവനോ ഒന്നും ഈ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഇന്ത്യ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് ഈ GST കാര്യം നമുക്ക് റവന്യൂ കൂടുമെങ്കിലും അത് അവരവർക്ക് തന്നെ സ്മൂത്ത്ലി അത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ഥാപനം തന്നെയുമല്ല. GST ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്ന ആ ഒരു അതിന്റെ കണ്ടന്റ്സും ഇപ്പൊ നമ്മൾ പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്തു പോരുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോഴും അവരുടെ സൈറ്റ് ഇതുവരെയും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാറായിട്ടില്ല. അതിന്റെ കറക്ഷൻസ് ഇതുവരെ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. 8 വർഷമായി. 8 വർഷമായിട്ടും 8ാം വർഷത്തിൽ നമ്മൾ പോകുമ്പോഴും ഇപ്പോഴും GST സൈറ്റ് GSTയുടെ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന മാതിരിയുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് ഇന്ത്യയില് GST ഇംപ്ലിമെന്റ് ചെയ്തു എങ്കിലും അത് നമ്മൾ റണ്ണപ്പ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അടുത്തത് നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറ. കേൾക്കാൻ വയ്യേ? ഒറ്റ മിനിറ്റ് സാറേ. Good evening, sir. Good evening. Sir, how do you handle the GST compliance for businesses in different industries? ഡിഫറെന്റ് ഇൻഡസ്ട്രീസില് നമ്മൾ എങ്ങനെ ഹാൻഡിൽ വെച്ചാൽ ഏത് ഇൻഡസ്ട്രീസ് ആയാലും GSTയുടെ ഒരു ബേസിക് റൂള് ഒന്ന് തന്നെയാണ്. അത് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആയാലും ട്രേഡിംഗ് യൂണിറ്റ് ആയാലും സർവീസ് സെക്ടർ ആയാലും എല്ലാം GSTയുടെ കംപ്ലൈൻസ് ഒന്ന് തന്നെയാണ്. പിന്നെ അതിനകത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായ റെഗുലർലി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായ ഡോക്യുമെന്റ്സിന് മാത്രമേ അല്പം വ്യത്യാസമുള്ളൂ. ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണെങ്കിൽ അതിനകത്ത് നമ്മൾ ഇൻവേർഡ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം, ഔട്ട്വേർഡ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം, പ്രൊഡക്ഷൻ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, സ്റ്റോക്ക് നമ്മൾ പ്രോസസ്സിംഗിൽ എത്ര മെയിൻറ്റെയിൻ ചെയ്യണം, ഫിനിഷ്ഡ് ഗുഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെ അണ്ടർ പ്രോസസ്സിംഗിൽ എത്രയാണ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു സർവീസ് സെക്ടറിലുള്ള ഒരു പാർട്ടി ആണെങ്കിൽ ഒരു കോൺട്രാക്ട് എടുക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ കോൺട്രാക്ട് എടുക്കുകയാണെങ്കിൽ കോൺട്രാക്ടറെ സംബന്ധിച്ച് ഇവ സംഗതികളൊന്നും വേണ്ട. കോൺട്രാക്ടറിന്റെ എത്ര എമൗണ്ട് ആണ് കോൺട്രാക്ട് റെസീപ്റ്റ്സ് കിട്ടുന്നുവോ ആ കോൺട്രാക്ട് റെസീപ്റ്റ്സ് മേലെ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ അവന്റെ ബർഡൻ തീരുന്നു. കോൺട്രാക്ട് റെസീപ്റ്റ്സ് ഇപ്പൊ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സിന്റെ എത്രയാണോ അവരുടെ ബിൽ എമൗണ്ട് ആ ബിൽ എമൗണ്ടിന്റെ 2% അവര് GST TDS ആയിട്ട് അവർ കട്ട് ചെയ്യും. ആ GST TDS ആയിട്ട് ഇതിന്റെ എൻ്റെ എമൗണ്ടും അവരൊരു GSTR-7 എന്ന് പറയുന്ന ഒരു റിട്ടേൺ സബ്മിറ്റ് ചെയ്യും. ആ GSTR-7 നോക്കിക്കഴിഞ്ഞാൽ ആ കോൺട്രാക്ടർക്ക് എത്ര രൂപ അവാർഡ് കൊടുത്തു എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകും. ഇപ്പൊ ഒരു 1 crore rupees ആണെങ്കിൽ 1 crore-ന്റെ 2% TDS അവര് GST TDS ആയിട്ട് അവർ കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു എമൗണ്ട് റിട്ടേണിൽ സബ്മിറ്റ് ചെയ്ത് അതിന്റെ ടാക്സ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് ആ സർവീസ് സെക്ടറിലുള്ളവരെ സംബന്ധിച്ച് തൽവാരായിരിക്കും. നേരെ മറ്റേ ട്രേഡിംഗ് ബിസിനസ് ആണെങ്കിൽ ട്രേഡിംഗ് ബിസിനസ്സിലുള്ളവർക്കാണെങ്കിൽ അവർക്ക് ഇൻവേർഡ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം, ഔട്ട്വേർഡ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ 5 crore എബവ് ഉണ്ടെങ്കിൽ അവർ വെബിൽ വേണം, ഓൺലൈൻ ബില്ലിംഗ് വേണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓൺലൈൻ ബില്ലിംഗ് അതിന്റെ ഓൺലൈൻ ബില്ലിംഗ് നമ്മൾ അടിക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സൈറ്റിലേക്ക് അപ്ലോഡ് ആവും. പിന്നെ നമ്മൾ ഫർദർ ആയിട്ട് GSTR-1 അവരുടെ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു ട്രേഡിംഗ് ബിസിനസ്സുകാരനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഗതികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ബാങ്ക് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം,
അവർ GSTR 1 ഫയൽ ചെയ്യണം, GSTR 3B ഫയൽ ചെയ്യണം. അത് എല്ലാവരും ഫയൽ ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് ടൈപ്പ് രജിസ്ട്രേഷൻ ഉണ്ട്. റെഗുലർ രജിസ്ട്രേഷൻ ഉണ്ട്, കോമ്പോസിഷൻ രജിസ്റ്ററും ഉണ്ട്. വലിയ വലിയ ഇൻഡസ്ട്രികളൊക്കെ ആണെങ്കിൽ അവർക്ക് കോമ്പോസിഷൻ പറ്റില്ല. കോമ്പോസിഷൻ മീൻസ് 1.5 crores വരെയുള്ള പാർട്ടിക്ക് കോമ്പോസിഷൻ നമുക്ക് ഓപ്ഷൻ എടുക്കാം. അത് നമ്മൾ 3 മാസം കൂടുമ്പോൾ നമ്മൾ ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. അത് ക്വാർട്ടർലി റിട്ടേൺ നമ്മൾ 3 മാസം കൂടുമ്പോൾ ഫയൽ ചെയ്താൽ മതി. അത് അവർക്ക് മാനുഫാക്ചേഴ്സിനെ ആണെങ്കിൽ ടോട്ടൽ ടേൺ ഓവറിന്റെ സെയിൽസ് ടേൺ ഓവറിന്റെ 2% ടോട്ടൽ ടേൺ ഓവർ 2% അടച്ചാൽ മതി. പക്ഷെ അവർക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഒരു ട്രേഡിംഗ് ബിസിനസ് ആണെങ്കിൽ അവരുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 1% GST അടച്ചാൽ മതി. അവനും ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അവർ കൊടുക്കുന്ന സെയിൽസ് ബില്ല് B2Cയും B2B ബില്ലുകളല്ല. അത് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ബില്ലായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. ബിൽ ഓഫ് സപ്ലൈ എന്നാണ് ബില്ലിന് പറയുന്നത്. സോ റെഗുലർ അസസ്മെന്റ് ഉള്ള പാർട്ടി ആണെങ്കിൽ അവര് ഒരു ബിസിനസ് ടു ബിസിനസ് കൊടുക്കുകയാണെങ്കിൽ B2B ഇൻവോയ്സും, ബിസിനസ് ടു കസ്റ്റമർ കൊടുക്കുകയാണെങ്കിൽ B2C ഇൻവോയ്സും ആണ് റേസ് ചെയ്യേണ്ടത്. അപ്പൊ അത് നമ്മളെ കോൺട്രാക്ടേഴ്സിനെ സംബന്ധിച്ച് അങ്ങനെ വരും. കോൺട്രാക്ടേഴ്സിനെ സംബന്ധിച്ച് ആ പ്രശ്നം വരുന്നില്ല. ഇത് ട്രേഡേഴ്സിന് മാത്രമേ B2Cയും വരുവുള്ളൂ, B2Bയും വരുവുള്ളൂ. അത് ബാക്കി പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് ട്രേഡിംഗ് ബിസിനസ് ആണെങ്കിൽ അവന് 40 lakhs വരെ ലിമിറ്റ് ഉണ്ട്. രജിസ്ട്രേഷൻ എടുക്കാതെ ബിസിനസ് ചെയ്യാം, മാൻഡേറ്ററി അല്ല. നമുക്ക് പിന്നെ വേണമെങ്കിൽ നമുക്കത് വോളണ്ടറി ആയിട്ട് നമുക്ക് ഫ്രം ദ ബിഗിനിങ് തന്നെ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാം. അല്ല ഇപ്പൊ നമ്മൾ സർവീസ് സെക്ടർ ആണെങ്കിൽ മാക്സിമം നമുക്ക് 20 lakhs വരെ, 20 lakhs എപ്പോൾ എക്സീഡ് ചെയ്യുന്നു അപ്പൊ നമ്മൾ കമ്പൽസറി ആയിട്ടും രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥരാകും. അതും വോളണ്ടറി ആയിട്ട് നമുക്ക് ഫ്രം ദ ബിഗിനിങ് തന്നെ നമുക്ക് എടുക്കാം. രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഈ പറയുന്ന രീതിയിൽ GSTR 1 every 11th മുമ്പും GSTR 3B നെക്സ്റ്റ് മന്തിലെ 20th മുമ്പും കമ്പൽസറി ആയിട്ട് ഫയൽ ചെയ്തിരിക്കണം. അതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചർ ഈ കോമ്പോസിഷൻ എടുക്കുന്നവർക്ക് മാത്രം ക്വാർട്ടർലി ഫയൽ ചെയ്താൽ മതി. റെഗുലർ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന എല്ലാവരും മന്ത്ലി കൃത്യമായിട്ട് ഫയൽ ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ ഓരോ ദിവസവും 100 rupees 50 രൂപ CGSTയിലും 50 രൂപ SGSTയിലും പെനാൽറ്റി വന്നുകൊണ്ടിരിക്കും. പിന്നെ ടാക്സ് വരുന്ന എമൗണ്ടിന്റെ 18% ഇൻട്രസ്റ്റും വന്നുകൊണ്ടിരിക്കും. അതിനും വലിയ ഇൻഡസ്ട്രിന്നോ ചെറിയ ഇൻഡസ്ട്രിന്നോ ഒന്നുമില്ല. അപ്പൊ ആർക്കായാലും ഈ രീതിയിൽ പെനാൽറ്റി വന്നുകൊണ്ടിരിക്കും. അതാണ് ആ ഒരു രീതിയിലുള്ള ബിസിനസിന്റെ ഡീറ്റെയിൽസ്. Okay, sir. Sir, my next question is, what are software tools do you use for GST reporting? GST റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഇപ്പോൾ നല്ലൊരു ശതമാനം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നത് ടാലി സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന ടാലി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. സെയിം ടൈം ഞാനൊരു ഓൺലൈൻ സോഫ്റ്റ്വെയർ അക്കൗണ്ട എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ബാക്കപ്പ് വേണ്ട, ക്ലൗഡ്സ് ബാക്കപ്പ് ആണ്. നമുക്ക് എവിടെ ഇരുന്ന് വേണം നമുക്ക് വർക്ക് ചെയ്യാം. അതിന്റെ പെൻഡ്രൈവോ കാര്യങ്ങളോ ഒന്നും ബാക്കപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്നിരിക്കുമ്പോൾ എനിക്കൊരു ഫയൽ റെഫർ ചെയ്യണമെങ്കിൽ എനിക്ക് എന്റെ സൈറ്റിൽ കയറി എനിക്ക് ചെയ്യാം. ഞാൻ ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ എനിക്ക് അവിടെ ഇരുന്ന് എന്റെ സൈറ്റിൽ ഇരുന്ന് ചെയ്യാം. ഞാനിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ ഓഫീസിലെ സ്റ്റാഫ് ആ സെയിം ഫയൽ തന്നെ അവർക്ക് ഇപ്പൊ ഞാനൊരു സെയിൽസ് അവിടെ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഇവിടെ ബാങ്ക് കയറ്റണമെങ്കിൽ ആ ഫയലിൽ തന്നെ അവർക്ക് ചെയ്യാം. അങ്ങനെ സോഫ്റ്റ്വെയർ ആണ്, ഓൺലൈൻ സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഇപ്പൊ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ടാലി ആണെങ്കിലും ഓൾമോസ്റ്റ് കൂടുതൽ ആൾക്കാരും അപ്ലോഡ് ചെയ്യാം. അതാകുമ്പോൾ ടാലി ആകുമ്പോൾ നമുക്ക് അതിനകത്ത് GSTR 3Bയും GSTR 1ഉം GSTR 3B അതിൽ കൂടിയല്ല, GSTR 1 അതിൽ കൂടി നമുക്ക് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്ത് HSN കോഡ്സ് എല്ലാം ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ GSTR 1 നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് GSTR 3B ഫിൽഡ് ആയിട്ട് 20th വരും. അത് നമ്മൾ ജസ്റ്റ് വെരിഫൈ ചെയ്തിട്ട് അതിനകത്ത് ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് വെരിഫൈ ചെയ്ത് എല്ലാം ശരിയാണോ എന്ന് നോക്കി അതിന്റെ പേയ്മെന്റ് അടച്ച് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പൊ കൂടുതൽ പേരും നല്ല ശതമാനം ഉപയോഗിക്കുന്ന ടാലി ആയിരിക്കും ഇതിനു വേണ്ടി. Okay, thank you, sir. So next question
How does the GST system ensure that tax burden is distributed fairly across different stages of the supply chain? GST ബർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് GST ഒരു ബർഡൻ എന്ന് പറഞ്ഞാൽ നമ്മള് പറഞ്ഞില്ലേ, നമുക്ക് ഇതിനകത്തുള്ള ഏറ്റവും കൂടുതൽ കാര്യം എന്താ അങ്ങനെ പറയാ, ഞാൻ ബർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏത് ഞാൻ പറയില്ല, ട്രേഡിംഗ് ബിസിനസ് ആയാലും മാനുഫാക്ചറിംഗ് ബിസിനസ് ആയാലും സർവീസ് ആയാലും നമ്മള് അതിന്റെ ടാക്സ് അടയ്ക്കേണ്ട ഡേറ്റുകളൊക്കെ ഒന്ന് തന്നെയാണ്. അതിന്റെ ഈ ഡിഫറെന്റ് സ്റ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതാണ്, നമ്മള് ഡിഫറെന്റ് സ്റ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മള് കോൺട്രാക്ടേഴ്സിന്റെ ഒക്കെ ആണെങ്കിൽ അവാർഡേഴ്സ് അറ്റ് ടൈം അവര് ബില്ല് പാസ്സാക്കുന്ന സമയത്ത് തന്നെ അതിന്റെ 2% TDS അവർ കട്ട് ചെയ്യും. ട്രേഡിംഗ് ബിസിനസ് ആണെങ്കിൽ നമ്മൾ GST 3B ഫയൽ ചെയ്യുന്ന സമയത്താണ് ടാക്സ് അടയ്ക്കുന്നത്. അതൊരു ക്വാർട്ടർലി കോമ്പോസിഷൻ ഡീലർ ആണെങ്കിൽ അത് നമ്മൾ ക്വാർട്ടർലി ആണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്തുള്ളൊരു വേറെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കൊടുക്കുന്ന നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പോയിന്റിൽ കൊടുക്കുന്ന കംപ്ലീറ്റ് ടാക്സും നമുക്ക് അത് അവെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. അപ്പൊ നമ്മള് അല്ലെങ്കിൽ നമ്മളല്ല എക്സെപ്ഷൻ 1-2 കേസ് കാറ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ബാക്കി ആയിരിക്കാം. പണ്ട് നമുക്ക് നമ്മളിപ്പോ ഇന്ത്യയില് കാശ്മീരിൽ നിന്ന് മേടിച്ചാലും ഡൽഹിയിൽ നിന്ന് മേടിച്ചാലും ബോംബെയിൽ നിന്ന് സാധനം മേടിച്ചാലും നമുക്ക് അതിന്റെ ഫുൾ ടാക്സ് നമുക്ക് ക്രെഡിറ്റ് ഇവിടെ എടുക്കാൻ പറ്റും. അതിനകത്ത് മെയിൻലി അതിനകത്ത് പറയുന്നത് ഏത് സ്റ്റേറ്റിനാണോ ടാക്സ് കിട്ടേണ്ടത്. IGST നമ്മൾ കേരളത്തിന് വെളിയിലേക്ക് പോകുന്ന ടാക്സ് എല്ലാം IGST ആണെന്ന് നമുക്കറിയാം. അതല്ല കേരളത്തിൽ തന്നെയാണെങ്കിൽ CGST SGST ഉണ്ട്. CGSTയുടെ പാർട്ട് പോകുന്നത് കേന്ദ്രത്തിനാണ് പോകുന്നത്. SGSTയുടെ പാർട്ട് മാത്രം കേരള ഗവൺമെന്റ് കിട്ടുന്നതാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്ക് സാധനം പോയി കഴിഞ്ഞാൽ സപ്ലൈ പ്രൈസ് എന്ന് പറയുന്നത് തമിഴ്നാടാണ്. അപ്പൊ അതിന്റെ ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് തമിഴ്നാടിനാണ്, കേരളത്തിനല്ല. ഇപ്പൊ നമ്മളിപ്പോ ബോംബെയിൽ നിന്നൊരു സാധനം കേരളത്തിലേക്ക് നമ്മൾ വരുത്തുവാണെങ്കിൽ അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് കേരളയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നത് കേരളത്തിനാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിന്റെ IGST അവർ നമുക്ക് തന്നതായ ടാക്സ് നമ്മൾ IGST ആയിട്ട് എടുക്കും. ഈ IGST നമുക്ക് CGSTയിലേക്ക് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. CGSTയിലേക്ക് സെറ്റ് ഓഫ് ചെയ്തതിനു ശേഷം ഡിഫറൻസ് ഉള്ള എമൗണ്ട് ആണ് നമ്മൾ SGSTയിലേക്ക് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏത് സ്റ്റേറ്റ് ആണോ പ്ലേസ് ഓഫ് സപ്ലൈ ആ സ്റ്റേറ്റിനാണ് ആ ഒരു ബിസിനസ് കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ ആ ഒരു ട്രാൻസാക്ഷൻ കൊണ്ട് അവർ ബെനിഫിറ്റ് കിട്ടുന്നത്. ഇപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ അയച്ച ഇത് ഡൽഹിയിൽ നിന്നാണെങ്കിലും ഡൽഹി സർക്കാരിനെ സംബന്ധിച്ച് യാതൊന്നും ഈ CGSTയുടെ പോർഷൻ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. പ്ലേസ് ഓഫ് സപ്ലൈ കേരളമാണെങ്കിൽ കേരളത്തിലാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. നമ്മൾ അതുകൊണ്ടാണ് GST വന്നപ്പോൾ കേരളത്തിന് കൂടുതൽ മെച്ചമായിരിക്കും എന്ന് പറയാൻ കാരണം അതാണ്. കാരണം കേരളത്തിൽ നമ്മൾ പ്രൊഡക്ഷൻസ് ഒന്നുമില്ല, നമ്മളെല്ലാം അതർ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പർച്ചേസ് ചെയ്യായതുകൊണ്ട് എല്ലാം പ്ലേസ് ഓഫ് സപ്ലൈ മുഴുവൻ കേരളമാണ്. അതുകൊണ്ട് നമുക്ക് കേരളത്തിന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ ഇപ്പൊ ഫസ്റ്റിലെ ആക്ട് പറഞ്ഞ ആ ഒരു മെത്തേഡിൽ നിന്നെല്ലാം മാറി ആണ് ഇപ്പോഴത്തെ ഒരു റണ്ണിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് അവൈൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പോ ഇന്ത്യയിലെ ഏത് സ്റ്റേജിലായാലും ഇത് തന്നെയാണ്. നമ്മൾ മാനുഫാക്ചർ സ്റ്റേജിലാണെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്ന നമ്മൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇവിടെ മെച്ചം കിട്ടും. അതർ സ്റ്റേറ്റിലെ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കാരണം ഈ നമ്മളിപ്പോ IGST ആയിട്ട് കൊടുത്താലും ആ IGST ഏത് സ്റ്റേറ്റിലാണോ പ്രൊഡക്ഷൻ ഉണ്ടായത് അങ്ങോട്ട് അവർക്ക് ബെനിഫിറ്റ് കിട്ടും. റെഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ മെഡിസിൻ നമ്മളിപ്പോ ക്യാൻസറിന്റെ ഒക്കെ മെഡിസിൻ പോലെയുള്ള പല ഐറ്റംസിനും ഒക്കെ നമ്മള് 0% ഒക്കെ കൊടുത്തിരിക്കുന്നത് അത് നമ്മള് അത്രയും എസെൻഷ്യൽ ഗുഡ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. നമ്മൾ ഇപ്പൊ ഒരു കാറോ അല്ലെങ്കിൽ നമ്മള് ഒരു ബൈക്കോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു ബിൽഡിങ്ങോ ഫ്ലാറ്റ്
ഇങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കുമ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ ലക്ഷറി ഐറ്റംസ് കാറ്റഗറി പെട്ടെന്നായതുകൊണ്ട് അതിനൊക്കെ മാക്സിമം ഹയസ്റ്റ് റേറ്റ് ആയി 28% ആണ് നമ്മൾ കൊടുക്കുന്നത്. എസെൻഷ്യൽ ഗുഡ്സിന് എപ്പോഴും നമ്മൾ ഡിപ്പെൻഡിങ് നമ്മുടെ ആ എന്തുമാത്രം നമ്മുടെ ലൈഫിൽ എസെൻഷ്യൽ ആണോ അതിന്റെ ഒരു താരിഫ് അനുസരിച്ചാണ് അതിന്റെ റേറ്റ് ഓഫ് ടാക്സ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ക്യാൻസർ പോലെയുള്ള മരുന്നും അതുപോലെ തന്നെ ചാരിറ്റി കൊടുക്കുന്ന കുറെ ട്രീറ്റ്മെന്റുകൾ ഇങ്ങനെ ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ചാരിറ്റി ട്രീറ്റ്മെന്റ് ഒക്കെ 0% ടാക്സിലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് അതുകൊണ്ടാണ് ഈ എസെൻഷ്യൽ ഗുഡ്സിന്റെ കാറ്റഗറി വരുന്ന ഐറ്റംസിനെല്ലാം നമ്മൾ മാക്സിമം വരുന്ന ഒരു 12% താഴെ റേറ്റ് ഓഫ് ടാക്സ് ഉണ്ടാവുള്ളൂ. GST റേറ്റ് 0% ഉണ്ട്, 6% ഉണ്ട്, 12% ഉണ്ട്. 18%ഉം 28%ഉം വരുന്നത് ഈ നമ്മുടെ എസെൻഷ്യൽ ഗുഡ്സിന്റെ പരിധിയിൽ വരാത്ത ഐറ്റംസിനായിരിക്കും മെയിൻലി വരുന്നത്. ഈ 18% വരുന്നത് കൂടുതലും ഈ സർവീസ് സെക്ടറിലേക്കാണ്. കോൺട്രാക്ട് വർക്ക് പോലെയുള്ള അങ്ങനെ വർക്കുകൾ എന്ത് സർവീസ് ചെയ്ത് കഴിഞ്ഞാലും റെന്റ് കിട്ടുക. ഇപ്പൊ നമ്മൾ റെന്റ് കൊടുക്കുന്നതിനൊക്കെ 18% മുമ്പ് കൊടുക്കണം. അതുപോലെ നമുക്ക് ഈ ഹോട്ടലിന്റെ ഒക്കെ റൂംസിനൊക്കെ നമ്മൾ സർവീസിന് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ 18% കൊടുക്കണം. മറ്റുള്ള വെഹിക്കിൾസും ലക്ഷറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ 28% കൊടുക്കണം. അതൊക്കെ മാക്സിമം ലെവലിൽ കൊടുക്കും. എസെൻഷ്യൽ കൊടുക്കുമ്പോൾ ഫുഡ് ഐറ്റംസ്, മെഡിസിൻസ്, ക്ലോത്ത്സ് ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴത്തേക്ക് 5%, 6%, 0%, 12% എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് വരും. അതാണ് അതിന്റെ ഡിഫറൻസ്. Good evening, sir. My name is Alina, and my question to you is: what is the threshold limit for registering under GST? GST ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് ബിസിനസ്സുകാർക്കാണെങ്കിൽ 40 lakhs വരെ ലിമിറ്റ് ഉണ്ട്. സർവീസ് സെക്ടറിലാണെങ്കിൽ അത് 20 lakhs വരെയാണ് അതിന്റെ ലിമിറ്റ്. 20 lakhs എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് രജിസ്ട്രേഷൻ പരിധിയിലേക്ക് വന്നു കഴിഞ്ഞു. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കാൻ നിർബന്ധിതരാകും. അത് ഒരു ട്രേഡർ ആണെങ്കിൽ 40 lakhs വരെ രജിസ്ട്രേഷൻ മാൻഡേറ്ററി അല്ല. നമുക്ക് ഓൾറെഡി ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓൾറെഡി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. നമ്മളിപ്പോ ഇന്നൊരു ബിസിനസ് തുടങ്ങാൻ പോവാണെങ്കിൽ നമ്മൾ ബിസിനസ് തുടങ്ങുന്ന ടൈമിൽ തന്നെ നമ്മൾ പേരൊക്കെ സെലക്ട് ചെയ്തു, ഒരു പാർട്ണർഷിപ്പ് ഡീൽ അടിച്ചു. നമ്മൾ ആ ഡീൽ അടിക്കുമ്പോൾ തന്നെ നമുക്ക് GST രജിസ്ട്രേഷൻ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഫ്രം ദ ബിഗിനിങ് തന്നെ നമുക്ക് GST കളക്ട് ചെയ്ത് GST അടച്ച് നമുക്ക് പോകാം. അല്ല ചെറിയൊരു ബിസിനസ് ആണ്, നമ്മളിപ്പോ ഒരു സി ക്ലാസ് കട പോലെയോ അല്ലെങ്കിൽ ചെറിയൊരു പലചരക്കട പോലെയോ ഒക്കെ നമ്മൾ ഒരു പ്രൊവിഷൻ സ്റ്റോറൊക്കെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അത് എത്രമാത്രം അത് നമുക്ക് ടേൺ ഓവർ അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊരു ഉറപ്പില്ലാത്ത സ്ഥിതി വരുമ്പോൾ നമ്മൾ നോക്കാം, ഒരു വർഷം നോക്കാം അതിന്റെ ടേൺ ഓവർ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ നോക്കി നമുക്കൊരു 30 ലക്ഷം രൂപ വരുന്നുള്ളത് വിചാരിക്കാം. അപ്പൊ 30 ലക്ഷം രൂപ വരുമെന്നോ അല്ലെങ്കിൽ നമുക്ക് പറയാം ഡിപ്പാർട്ട്മെന്റിന് കമ്പനി ആയിട്ട് പറയാൻ പറ്റില്ല നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കണം എന്ന് പറയാൻ പറ്റില്ല. സോ അത് 40 ലക്ഷം കഴിഞ്ഞ് അവര് നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്കിൽ 40 ലക്ഷത്തിൽ കൂടുതൽ നമുക്ക് വരുമാനം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഏത് ടൈമിനാണോ നമ്മുടെ ലിമിറ്റ് എക്സീഡ് ചെയ്തത് ആ ഡേറ്റ് മുതൽ രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് നമുക്ക് എടുപ്പിക്കാം. കോമൺലി നമുക്ക് ലിമിറ്റ് എന്ന് പറയുന്നത് ട്രേഡേഴ്സ് ബിസിനസ്സിനല്ല, ട്രേഡിംഗ് ബിസിനസ്, മാനുഫാക്ചറിംഗ് ബിസിനസ്സും ഒക്കെ 40 lakhs ആണ്. സർവീസ് സെക്ടറിലെല്ലാം 20 lakhs ആണ്. പിന്നെ ഈ കോൺട്രാക്ട് വർക്ക് പോലെയുള്ള സർവീസ് സെക്ടറിന് അതിനങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. ഫ്രം ദ ബിഗിനിങ് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ബാക്കിയുള്ള സർവീസ് സെക്ടറിലൊക്കെയാണ് ഈ 20 lakhs ലിമിറ്റ് ഉള്ളൂ. അതാണ് ലിമിറ്റ് ഉള്ളൂ. Thank you, sir. My next question is: how is GST different from other taxes which was previously introduced? പ്രീവിയസ്ലി നമുക്ക് ആദ്യമേ നമ്മുടെ കേരളത്തിൽ KGST ഉണ്ടായിരുന്നു, കേരള ജനറൽ സെയിൽസ് ടാക്സ് ആക്ട്. അത് കഴിഞ്ഞപ്പോൾ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ വാറ്റ് എന്ന് പറയുന്ന സംവിധാനം വന്നു. വാറ്റിനോടൊപ്പം തന്നെ നമുക്ക് ലക്ഷറി ടാക്സ് ഉണ്ടായിരുന്നു, സെൻട്രൽ എക്സൈസ് ടാക്സ് ഉണ്ടായിരുന്നു, CST രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അതർ സ്റ്റേറ്റിലേക്കുള്ളതൊക്കെ CST രജിസ്ട്രേഷനിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. CFOM കൊടുക്കണമായിരുന്നു. അതുപോലെ തന്നെ ഓരോ അവിടുന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഓരോ കൺസ്യൂമറിന് അഗൈൻസ്റ്റ് ആയിട്ട് ഓരോ ബില്ലിന് അഗൈൻസ്റ്റ് ആയിട്ട് നമ്മൾ CFOM റൈസ് ചെയ്താലേ നമുക്ക് CSTയുടെ ആ ഒരു കൺസിഡറേഷൻ കിട്ടുള്ളായിരുന്നു. ഇപ്പൊ പിന്നെ സർവീസ് സെക്ടറിലായാലും സെൻട്രൽ എക്സൈസിൽ നമ്മൾ സർവീസ് ടാക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി മെർജ് ചെയ്ത് പല ടാക്സുകളായിട്ട് വരുമ്പോൾ പല റേറ്റുകളായിരുന്നു. പല റേറ്റ് വരുമ്പോൾ നമുക്കത് ഒരു ബർഡൻ ആയിരുന്നു. ഇപ്പൊ GST വരുമ്പോൾ ഒരു ഒറ്റ ടാക്സിലേക്ക് അത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം. മറ്റേത് ഇപ്പൊ വാറ്റ് ടാക്സും വാറ്റിനോടൊപ്പം തന്നെ
ഒരു ഹോട്ടൽ ബിസിനസ് ആണെങ്കിൽ ഈ റൂംസ് വാടക കൊടുക്കുന്നതാണെങ്കിൽ അവർക്ക് ലക്ഷറി ടാക്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഫുഡ് ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഫുഡൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന പാർട്ടിക്കാണെങ്കിൽ സെൻട്രൽ എക്സൈസിന്റെ ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളൊരു സർവീസ് സെക്ടർ കൊടുക്കുകയാണെങ്കിൽ, ഒരു കോൺട്രാക്ട് വർക്ക് പോലത്തെ സർവീസ് ചെയ്യുകയാണെങ്കിൽ ആ സർവീസ് ടാക്സ് കൊടുക്കണമായിരുന്നു. അത് സർവീസ് ടാക്സ് കൊടുക്കുന്ന ഒപ്പം തന്നെ നമ്മൾ വാറ്റും കൊടുക്കണമായിരുന്നു. 13% സർവീസ് ടാക്സും കൊടുക്കണം. അന്നത്തെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള റേറ്റ് അനുസരിച്ച് വാറ്റും നമ്മൾ അടയ്ക്കേണ്ടിയിരുന്നു. ഇപ്പൊ അതെല്ലാം മാറിയിട്ട് GST എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഇന്ത്യ ഒരൊറ്റ ടാക്സ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്. GST എല്ലാം കൂടി ഒരു ടാക്സിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്നു. അതാണ് അതിന്റെ വ്യത്യാസം. മറ്റത് പലതും പലതായിട്ട് വരുന്നതാണ്. നമ്മൾ അസസ്മെന്റ് നടത്തുമ്പോഴായാലും വാല്യൂ ആഡഡ് ടാക്സിന്റെ അസസ്മെന്റ് നടത്തണമായിരുന്നു, സർവീസ് ടാക്സിന്റെ അസസ്മെന്റ് നടത്തണമായിരുന്നു, പിന്നെ ലക്ഷറി ടാക്സ് ഉണ്ടെങ്കിൽ ലക്ഷറി ടാക്സിന്റെ അസസ്മെന്റ് നടത്തണമായിരുന്നു. CST ഉള്ളവർക്കാണെങ്കിൽ CSTയുടെ അസസ്മെന്റ് നടത്തണമായിരുന്നു. ഇപ്പൊ അതൊന്നും വേണ്ട. GSTയുടെ ഒരു വർഷത്തെ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞു. അതിനകത്ത് ഒരു ടാക്സിലേക്ക് കൊണ്ടുവന്നു. ഒരുപാട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടാക്സേഷനിൽ നിന്നും അത് മെർജ് ചെയ്ത് ഒറ്റ ടാക്സിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് GSTയുടെ പ്രത്യേകത, മറ്റുള്ള ടാക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. Sir, my next question is, could you please explain in detail what is input tax credit and how does it work under GST? ITC, you mean? Yes, sir. ITC? Yes. ITC. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാക്സ് നമ്മുടെ ടാക്സിൽ നമുക്ക് അടയ്ക്കുന്ന സമയത്ത് അത് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ. അത് ഇന്ത്യയിൽ എവിടെ നിന്ന് വാങ്ങിച്ചാലും നമ്മൾ എത്ര ടാക്സ് എവിടെ കൊടുത്താലും ആ ടാക്സ് നമുക്ക് വിൽക്കുന്ന സാധനത്തിന് ഇപ്പൊ ഞാൻ പറയാം, ഒരു 100 rupees നമ്മൾ സാധനം വാങ്ങിച്ചു, അത് നമ്മൾ ഒരു 110 rupees കൊടുക്കുകയാണെങ്കിൽ 100 rupees ടാക്സ് ഓൾറെഡി നമ്മൾ അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ നമ്മുടെ സെയിൽ പ്രൈസ് 110 ആണെങ്കിൽ ആ 110ന്റെ ടാക്സ് നമ്മൾ കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്യുന്നതിൽ നിന്നും 100 rupees ടാക്സ് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും. കാരണം അത് നമ്മൾ അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഡിഫറൻസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് ആ 10 rupees ടാക്സേ പോകുള്ളൂ. ആ 10 rupees ടാക്സ് നമ്മൾ ആർക്ക് കൊടുക്കുന്നോ നമ്മുടെ സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ പർച്ചേസ് പേയ്മെന്റ് കൊടുത്ത ടാക്സ് നമ്മൾ മുതലാക്കുന്നത്. നമ്മൾ 100 രൂപ നമ്മൾ ടാക്സ് ഇപ്പൊ 18% ടാക്സ് ആണെങ്കിൽ 15 രൂപ കൊടുത്തുവെങ്കിൽ ആ 18 rupees നമ്മൾ ഇൻപുട്ട് ടാക്സ് ആയിട്ട് നമ്മൾ എടുക്കും. ഇൻപുട്ട് ടാക്സ് എടുക്കുന്നതിനുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എവറി 14th ലാസ്റ്റ് മന്തിന്റെ റിപ്പോർട്ട് നമുക്ക് എവറി 14th GSTR 2B എന്ന് പറയുന്ന ഫോമിൽ അത് നമുക്ക് അവൈലബിൾ ആണ്. GSTR 2B നമ്മൾ എന്ത് വന്നിട്ടുണ്ടോ ആ എമൗണ്ട് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു പർച്ചേസ് ചെയ്യാൻ എന്റെ കയ്യിൽ നിങ്ങൾ സാധനം പർച്ചേസ് ചെയ്തു, ഞാൻ നിങ്ങളുടെ GSTR 1 എന്റെ GSTR 1 ഞാൻ ഫയൽ ചെയ്തില്ലാന്നിരിക്കാം. അപ്പൊ ഞാൻ നിങ്ങൾ മേടിച്ച എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പർച്ചേസ് നിങ്ങൾക്ക് GSTR 2B വരില്ല. ഞാൻ ആ ടൈമിനുള്ളിൽ GSTR 1 ഫയൽ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ 2B അത് കയറി വരുള്ളൂ. അപ്പൊ ഞാൻ തന്ന ബില്ല് നിങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ ടാക്സ് കൊടുത്തതിന്റെ എവിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് അവൈൽ ചെയ്യാൻ പറ്റില്ല. അവൈൽ ചെയ്യണമെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത പാർട്ടി ടൈമിൽ തന്നെ വിത്തിൻ എവരി 11th അത് അവർ GSTR 1 കയറ്റി അവരുടെ സെയിൽസ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് GSTR 2B നെക്സ്റ്റ് മന്ത് കയറി വരുള്ളൂ. ആ GSTR 2B വരുന്ന ടേൺ ഓവർ മാത്രമേ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോ റോ മെറ്റീരിയൽസ് ആയാലും ഫിനിഷ്ഡ് ഗുഡ്സ് ആയാലും ഒരു സർവീസ് ആയാലും എന്തിനും ഇപ്പൊ നമുക്ക് ഇൻപുട്ട് ടാക്സ് എടുക്കാത്ത ഒന്നുമില്ല. എന്ത് സർവീസിനായാലും റെന്റിന് കൊടുത്താലും സർവീസ് ടാക്സ് എടുക്കും. ബാങ്ക് ഗ്യാരൻസ് ആയാലും സർവീസ് ടാക്സ് എടുക്കും. ഇപ്പൊ നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് ടാക്സ് എടുക്കും. നമ്മളൊരു തേച്ചു കൊടുക്കുന്ന അയണിങ് ഒക്കെ ചെയ്യുന്ന പാർട്ടി ആണെങ്കിൽ അവർക്കും രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവരും സർവീസ് ടാക്സ് കളക്ട് ചെയ്യും. ഒരു റൂം റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ സർവീസ് ടാക്സ് കളക്ട് ചെയ്യും. അങ്ങനെ എല്ലാത്തിനും ഇലക്ട്രിസിറ്റിക്ക് പോലും ഒരു സർവീസ് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്, ബാങ്ക് ഗ്യാസിന് കളക്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അവര് ടൈംലി GSTR 1 എന്ന് പറയുന്ന ഫോം ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ
നെക്സ്റ്റ് മന്ത് നമുക്കത് കറക്റ്റ് 14th നമ്മുടെ GSTR 2B വന്നിട്ടുണ്ടാവും. എന്തൊക്കെ ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചത് GSTR 2B വരുന്നോ അതെല്ലാം നമുക്ക് ITC ആയിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് മന്തിലെ ആ റിട്ടേണിൽ അവൈൽ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ പർച്ചേസ് ഉണ്ട് 2B വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ മാസം തന്നെ പാർട്ടിയിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ പർച്ചേസ് നിങ്ങൾ റിട്ടേണിൽ കയറി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പറയും ഞങ്ങൾ സോറി ഞങ്ങൾ 12th നിങ്ങൾ അപ്ലോഡ് ചെയ്തത് എന്ന് പറയും. 12th ഇപ്പൊ ഈ കഴിഞ്ഞ മാസത്തെ ഉദ്ദേശിക്കുന്നത് ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റിലെ ഒരു പർച്ചേസ് നമുക്ക് തന്ന ഒരു പർച്ചേസ് അവര് GSTR 1 അപ്ലോഡ് ചെയ്ത് 12th വിചാരിക്കുക. ഈ നമുക്ക് സെപ്റ്റംബർ 14th അത് GSTR 2B കയറി വരില്ല. അവര് 12th ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് ഒക്ടോബർ 14th അത് നമ്മുടെ സൈറ്റിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അത് ഒക്ടോബറിൽ അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സെപ്റ്റംബറിൽ നമുക്ക് പർച്ചേസ് ബില്ല് നമ്മുടെ കയ്യിലുണ്ട്, ഞങ്ങൾ ടാക്സ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പറ്റില്ല. GSTR 2B ഏത് മാസം കയറി വരുന്നോ അത് നമുക്ക് എടുക്കാം. ഈ ITC നമുക്ക് എടുക്കാനുള്ള സമയപരിധി ഇതാണ്. 2024-25 ITC നമ്മൾ എത്ര ITC വിട്ടുപോയിട്ടുണ്ടെങ്കിലും GSTR 2B വന്ന ഏത് പർച്ചേസ് നമുക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിലും അതിന്റെ ITC നമുക്ക് നെക്സ്റ്റ് ഇയർ സെപ്റ്റംബറിലെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയം വരെ, സാധാരണ പറഞ്ഞ സെപ്റ്റംബറിൽ റിട്ടേൺ ഫയൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ആക്കുന്ന സമയം അതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ സെപ്റ്റംബർ 30th സെപ്റ്റംബറിലെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ November 20th ആ November 20th വരെ നമുക്ക് ഇപ്പൊ സമയം അലോളാണ്. ഇപ്പൊ നമ്മൾ ഓഗസ്റ്റിൽ ഒരു ബില്ല് വിട്ടുപോയി, ഒരു പർച്ചേസിന്റെ ഒരു ITC നമ്മൾ എടുക്കാൻ വിട്ടുപോയെങ്കിൽ ഒരു ITC കമ്പാരിസൺ നമുക്ക് സൈറ്റിൽ നിന്ന് March 31st കഴിയുമ്പോൾ കിട്ടും. അപ്പൊ ആ ITC കമ്പാരിസൺ നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ITC നമ്മൾ അവൈൽ ചെയ്തു എന്നുള്ളത് GSTR 3B നമുക്ക് കിട്ടും. നെക്സ്റ്റ് കോളത്തിൽ ആസ്പെർ 2B എത്ര വന്നിട്ടുണ്ടെന്ന് വിളിക്കും. ഇപ്പൊ 2B കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്താണെങ്കിൽ ഏതൊക്കെ ബില്ലിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അത് നമ്മുടെ പർച്ചേസ് രജിസ്റ്ററുമായിട്ട് നമ്മൾ എല്ലാ മാസവും ചെക്ക് ചെയ്ത് പോകണം. അപ്പൊ ഏതെങ്കിലും പർച്ചേസ് നമ്മൾ അവൈൽ ചെയ്യാത്തുണ്ടെങ്കിൽ നമ്മളത് ഈ ആ മാസം നെക്സ്റ്റ് സെപ്റ്റംബറിന് മുമ്പായിട്ട് നമുക്ക് അക്കൗണ്ട് ചെയ്തിട്ട് അതിന്റെ ITC നമുക്ക് അവൈൽ ചെയ്യാം 2B വന്നിട്ടുള്ളതാണെങ്കിൽ. Sir, my next question is, what are the documents should a taxpayer maintain for GST audit process? ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് GST ഓഡിറ്റിംഗ് ആണോ അതെയോ CA-കാരുടെ ഓഡിറ്റിംഗ് ആണോ ഉദ്ദേശിക്കുന്നത്? GST audit. GST ഓഡിറ്റിങ്ങിനെ സംബന്ധിച്ച് എന്താണ് പ്രശ്നം വെച്ചാൽ അതിനകത്ത് 3-4 കാര്യങ്ങളുണ്ട്. GST ഓഡിറ്റിങ്ങില് കമ്പൽസറി ആയിട്ട് നമുക്ക് വേണ്ടത് അതിന്റെ മെയിൻ ആയിട്ട് റിട്ടേൺസ് വെരിഫിക്കേഷൻ അവർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ഓഡിറ്റിങ്ങിന് അവർ നോട്ടീസ് വരുന്നത്. അപ്പോൾ അവർ വരുന്ന അതിന് ഒരു ഓഡിറ്റ് ഓഫീസറെ കമ്മീഷൻ നിയമിച്ചിട്ടുണ്ടാവും. നമുക്ക് മുൻകൂട്ടി ഒരു 1 month മുൻകൂട്ടി അവര് നമുക്ക് ഇന്റിമേഷൻ തരും. ഞങ്ങൾ ഇന്ന ദിവസം ഇന്ന സമയത്ത് നിങ്ങളുടെ ഇന്ന പ്രമിസസിൽ ഞങ്ങൾ ഓഡിറ്റിങ്ങിന് വരും. ഓഡിറ്റിങ്ങിന് വരുന്നത് താഴെ പറയുന്ന ഓഫീസേഴ്സ് ആണ്. ഓഫീസേഴ്സിന്റെ ഡെസിഗ്നേഷൻ പറഞ്ഞിട്ടുണ്ടാവും, പേര് പറഞ്ഞിട്ടുണ്ടാവും, മൊബൈൽ നമ്പർ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് താഴെ പറഞ്ഞ ഫോളോവിങ് ഡോക്യുമെന്റ്സ് റിക്വയർഡ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് തരും. ആ ലിസ്റ്റിനകത്ത് അവർ മെയിൻലി പറയുന്നത് കോപ്പി ഓഫ് GSTR 1, കോപ്പി ഓഫ് GSTR 3B, കോപ്പി ഓഫ് GSTR 2B, പിന്നെ ഡേ ബുക്ക്, ലെഡ്ജർ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ്, പിന്നെ പ്രൊഡക്ഷൻ ഉള്ളതാണെങ്കിൽ പ്രൊഡക്ഷൻ രജിസ്റ്റർ, ഇൻവേർഡ് രജിസ്റ്റർ, ഔട്ട്വേർഡ് രജിസ്റ്റർ, അതൊന്ന് പർച്ചേസ് രജിസ്റ്റർ, സെയിൽസ് രജിസ്റ്റർ, ബാങ്ക് ഡോക്യുമെന്റ്സ്, പിന്നെ ടാലി ആണെങ്കിൽ ടാലിയുടെ 4 column ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ്, കറണ്ട് ഇയർ, ക്ലോസിംഗ് ബാലൻസ്, അങ്ങനെ 4 column അല്ല 6 column ട്രയൽ ബാലൻസ്. ഇത്രയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പൊ അവര് വരും, നമ്മുടെ GSTR 3B, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ഓരോ മന്ത് വൈസ് ആയിട്ട് അവർ വെരിഫൈ ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും അവർക്ക് ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ടായിരിക്കും അവരങ്ങനെ വരുള്ളൂ. അല്ലാത്തതെല്ലാം നമ്മൾ സെൽഫ് ആയിട്ടുള്ള അസസ്മെന്റ് ആണ്. അത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഹ്യൂജ് എമൗണ്ട് ക്രെഡിറ്റ് വന്നിട്ടുണ്ടാവും. അതും പ്രകാരമുള്ള ഒരു റിസൾട്ട് 3B സെയിൽസിൽ നിന്ന് അവിടെ കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പൊ ബാങ്കിൽ ഇപ്പൊ ഈ മാസം നമുക്കൊരു 50 lakhs കയറി വന്നിട്ടുണ്ട്. നമ്മുടെ സെയിൽസിനകത്ത് നമ്മൾ 2 lakhs കയറ്റിയിട്ടുള്ളൂ. അപ്പൊ ഈ 40 lakhs സോഴ്സ് ഓഫ് ഇൻകം എവിടുന്നാന്നുള്ള അവർക്ക് ഡൗട്ട്സ് വന്നാൽ അത് അവരെ നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ വരുമ്പോൾ അവര് സിസ്റ്റം തന്നെ അത് എടുത്തിട്ട് വെരിഫിക്കേഷൻ വരുമ്പോൾ മെയിൻലി സാധാരണ കേസിൽ നോർമൽ കേസിൽ വേണ്ടതാണ് വരുന്ന ഓഫീസേഴ്സ് വരുമ്പോൾ ചോദിക്കുന്നത് GSTR 1 കോപ്പി, GSTR 3B കോപ്പി, ഡേ ബുക്കിന്റെ കോപ്പി, ലെഡ്ജറിന്റെ കോപ്പി,
പർച്ചേസ് രജിസ്റ്ററിന്റെ കോപ്പി, സെയിൽസ് രജിസ്റ്ററിന്റെ കോപ്പി, ITC അവൈൽ ചെയ്തതിന്റെ 2B കോപ്പി, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ്, ടാലി ബാക്കപ്പ്, ടാലിയുടെ ട്രയൽ ബാലൻസ്, ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ്, ഓഡിറ്റ് റിപ്പോർട്ട്, ഇത്രയും സംഗതികളാണ് റെഗുലറായിട്ട് സാധാരണ ചോദിക്കുന്നത്. That's it with our questions, sir. Thank you so much for spending time with us and providing us with such valuable information. Thank you. Okay, welcome. Thank you, sir. Thank you. Thank you, sir. Welcome. Welcome. Thank you, sir. Welcome.